അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഈ വിശുദ്ധ റമദാനിൻ്റെ പുണ്യ ദിവസങ്ങളിലും സമയങ്ങളിലുമാണ് നമ്മൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമയമാണ് റമദാനും അതിലെ പുണ്യകർമ്മങ്ങളും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ, ഇപ്പോൾ വിശുദ്ധ ഖുർആനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. നമ്മളതിൻ്റെ അനുയായികളാണ്. ഏതു കാലഘട്ടത്തിലേക്കും ഏതു മനുഷ്യർക്കും ഒരു ഹുദയായി, മാർഗമായി നൽകാനുള്ളത് ഖുർആൻ മാത്രമാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാം വിമർശകർ പലപ്പോഴും വിശുദ്ധ ഖുർആനെ പരിഹസിക്കാറുണ്ട്. അത് 6-ാം നൂറ്റാണ്ടിൽ വന്ന ഗോത്രത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ ഗോത്രത്തിലെ ഒരാൾ എഴുതിയുണ്ടാക്കിയതാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഖുർആൻ പ്രസക്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഖുർആൻ അത് ആ നൂറ്റാണ്ടിലെ ആളുകൾക്ക് അവതരിപ്പിച്ചതാണെങ്കിലും ഇന്നും ആളുകൾക്ക് മാർഗദർശനമായി നിലകൊള്ളുന്നത് ഖുർആൻ മാത്രമാണ്. അതായത് നമ്മൾ പറയുക, അല്ലെങ്കിൽ വിമർശകർ പറയുന്നത്, ലോകം ഒരുപാട് വികസനങ്ങൾ വന്നു, പുരോഗതി കൈവരിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗ്രന്ഥങ്ങളെല്ലാം അപ്രസക്തമാണ് എന്നും അതുകൊണ്ട് പുരോഗതിയിലേക്ക് നീങ്ങണമെന്നാണ് പറയുന്നത്. എന്നാൽ എന്താണ് പുരോഗതി? അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പുരോഗതി എന്ന് പറയുന്നത് ബിൽഡിങ്ങുകൾ പുരോഗമിച്ചിട്ടുണ്ട്. വലിയ വലിയ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗത്ത് വലിയ വിസ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൗകര്യമുള്ള റോഡുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർ ഉപയോഗിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും എന്തുണ്ടായിട്ടുണ്ട്? വികസനങ്ങൾ, പുരോഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ രംഗത്തും പുരോഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ സ്വഭാവങ്ങളിൽ, അവൻ്റെ നന്മ തിന്മകളിൽ ഒരു പുരോഗതിയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യരെ നമ്മൾ എടുത്ത് പരിശോധിക്കുക. ആദം നബിയുടെ 2 മക്കൾ, അതിൽ ഒന്നാമത്തെ മകൻ രണ്ടാമത്തെ മകനെ അടിച്ചു കൊല്ലുന്നുണ്ട്. എന്തിനാണ്? അസൂയ കാരണമാണ്, അല്ലേ? അസൂയയാണ് ഉണ്ടായത്. അന്നത്തെ അസൂയ ഇന്നും എന്തുണ്ട്? മനുഷ്യർക്കിടയിൽ അസൂയ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ദൂഷ്യങ്ങളെല്ലാം ഉണ്ട്. ദേഷ്യം, കോപം, കളവ്, അനാവശ്യമായ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നു. അന്നുള്ളതൊക്കെ ഇന്നും നിലനിൽക്കുന്നു, ഇല്ലേ? പിന്നെ അതേപോലത്തെ അവൻ്റെ നന്മകളാണെങ്കിൽ പോലും അതും ഇന്നും നിലനിൽക്കുകയാണ്. പിന്നെ എന്തു പുരോഗതിയാണ് മനുഷ്യർക്കിടയിൽ ഉണ്ടായത്? മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. മനുഷ്യരുടെ എല്ലാ സ്വഭാവങ്ങളും എന്നും ഒരേ ജനുസ് തന്നെയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഖുർആൻ നിത്യപ്രസക്തമാണ്. അന്ന് ഇറങ്ങിയ ഉപദേശം ഇന്നും ആളുകൾക്ക് എന്താണ്? ഹുദയാണ്, നേർമാർഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ വക്താക്കളാണ് ഞാനും നിങ്ങളും. ഖുർആനിൻ്റെ വക്താക്കളാണ്.
ഈ ഖുർആൻ ഉണ്ടാക്കിയ ഒരു വലിയ വിപ്ലവമുണ്ട് ലോകത്ത്. ആ വിപ്ലവത്തിന് അനുയായികളെന്ന് പറയപ്പെടുന്ന ഞാനും നിങ്ങളും. അതുപോലെ തന്നെ ഇന്നും ഖുർആൻ എന്ത് ചെയ്യുന്നു? വലിയ വിസ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പലരുടെയും മനസ്സുകളിൽ. ഞാൻ എൻ്റെ സംസാരത്തിലൂടെ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴാണ് ഇത് നശിച്ചു പോവുക അല്ലെങ്കിൽ അവസാനിച്ചു പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ഇപ്പോൾ ഒരു പ്രതീക്ഷയിലാണ്. ഈ ക്ലാസ് കഴിയണം, നമ്മളെല്ലാവരും ഇവിടുന്ന് നോമ്പ് തുറക്കണം, നമുക്ക് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്തവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അത് സമാധാനപൂർവമായ ഒരു ജീവിതമാണ്. എന്തൊക്കെ സംഭവിച്ചാലും, ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും, നമ്മൾ നടന്നു പോകുമ്പോഴോ യാത്ര പോകുമ്പോഴോ എതിരെ വരുന്നൊരു വാഹനം പിടിച്ച് രണ്ട് കാലും തകർന്ന് ഒരു മൂലയിൽ കഴിയാനാണ് വിധിയെങ്കിൽ അവിടെയും ഒരു സമാധാനത്തോടു കൂടി ജീവിക്കണമെന്നുള്ളത് ഒരു മുസ്ലിമിന് മാത്രം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയിലൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മനസ്സമാധാനമില്ലാത്ത അസമാധാനത്തിൻ്റെ ആളുകളായി ഇന്ന് മാറിയിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കു തന്നെ മനസ്സിലാക്കാൻ സാധിച്ചതോ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പല പ്രയാസങ്ങളിലും ഇടപെടാൻ സാധിച്ചതോ ആയ കാര്യങ്ങളിൽ നമ്മൾ കൂടെ സഞ്ചരിച്ചു പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലരും സമാധാനമില്ലാതെ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ സമാധാനം എന്ന് പറയുന്നത് മുസ്ലിങ്ങളായ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? നമ്മൾ സമാധാനകാംക്ഷികളാണ്. നമ്മുടെ ദീനെന്ന് പറയുന്നതിൻ്റെ പേരു തന്നെ സമാധാനമെന്നാണ്, രക്ഷ എന്നാണ്. പക്ഷെ നമ്മൾ പറയുന്നു സമാധാനമില്ല, ഒരു സുഖവുമില്ല എന്ന് നമ്മൾ പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഇഹലോക ജീവിതം, ഇത് കഴിഞ്ഞാൽ ബർസഖി ജീവിതം, അത് കഴിഞ്ഞിട്ടുള്ള പരലോക ജീവിതം, ഇവിടെയൊക്കെ സമാധാനത്തോടു കൂടി ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അതിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് നമ്മുടെ ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും ഓരോ ദിവസങ്ങളും എന്നുള്ളത് നമുക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവാണ്. ഇപ്പോൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? നമുക്കെല്ലാവർക്കും കാണാപ്പാടമുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയും. ഖുർആൻ പറയുന്നു, ഫമിനന്നാസി, ജനങ്ങളിൽ ചിലരുണ്ട്, മൻ യഖൂലു, അവർ പറയുന്നു, റബ്ബന ആത്തിന ഫിദ്ദുനിയ, അവർ പ്രാർത്ഥിക്കുന്നു എന്ത്? ദുനിയാവിന് വേണ്ടി. ദുനിയാവിൽ ഞങ്ങൾക്ക് ഐശ്വര്യം തരണേ, ദുനിയാവിൽ ഞങ്ങൾക്ക് സമാധാനം തരണേ, ദുനിയാവിൽ വീട് തരണേ, ദുനിയാവിൽ എല്ലാ സുഖസൗകര്യങ്ങളും തരണേ എന്നവർ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അള്ളാഹു പറയുന്നു, വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ ഖലഖ്, അവർക്ക് എന്തില്ല? അവർക്ക് പരലോകത്തൊരു ഓഹരിയും അവർക്കില്ല. അവർക്ക് ദുനിയാവോടുകൂടി അവരുടെ ഓഹരി അവസാനിച്ചു. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വമിൻഹും മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്നാൽ മറ്റു ചിലർ പറയുന്നു, എന്താണ്? അവർ പറയുന്നു, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും നീ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് നീ നല്ലത് തരണം, അനുഗ്രഹം ചൊരിയണം, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണേ എന്ന് മറ്റൊരു വിഭാഗത്തെക്കുറിച്ച്. ആ വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. നോക്കൂ നിങ്ങൾ, ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വൽ ഹസനത്തുൽ മത്ലൂബത്തു ഫിദ്ദുനിയ യദ്ഖുലു ഫീഹാ കുല്ലു മാ യഹ്സിനു വഖഉഹു ഇൻദൽ അബ്ദ്. ഈ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഈ പ്രാർത്ഥന ഏതു മനുഷ്യനായിക്കോട്ടെ, ലോകത്തിലെ ഏതൊരു മനുഷ്യനും, രാജാവായിക്കോട്ടെ, പ്രജയായിക്കോട്ടെ, പിന്നെ അതിനിടയിൽ ഇനി എന്താ ഉള്ളത്, അവരാരുമായിക്കൊള്ളട്ടെ, അവർക്കെല്ലാവർക്കും ദുനിയാവിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ഹസനാത്ത് അതെല്ലാവർക്കും ഒരുപോലെയാണ്. ഈ ഒരു പ്രാർത്ഥന എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഈ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നു. നമുക്കറിയാം, നബി പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച ഒരു സ്ഥലമുണ്ട്. എവിടെയാണെന്ന് പറയുന്നത്, ഹജ്ജിലും ഉംറയിലും തവാഫ് ചെയ്യുമ്പോൾ, കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത്, ഇനി അതല്ലാതെ തവാഫ് ചെയ്യുന്ന സമയത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പറഞ്ഞ റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ എത്തുന്ന സമയം നമുക്കറിയാം. തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ 7 തവാഫ് ചെയ്യുന്നു. ആ തവാഫിൽ നമ്മൾ ഹജറുൽ അസ്വദ് തുടങ്ങി റുക്കുനുൽ യമാനി എത്തുമ്പോൾ അവിടെ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റബ്ബന ആതിനാ ഫിദ്ദുനിയ എന്ന് പറയുന്ന ഈ പ്രാർത്ഥനയാണ്. അതുമാത്രമാണ്.
അതിനിടയിൽ മറ്റുള്ള 3 മൂലകളിലും അല്ലേ 3 ഭാഗങ്ങളിലും നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഏതൊക്കെയാണോ ചൊല്ലാം. പക്ഷെ നബി ഇവിടെ നമ്മളോട് പ്രത്യേകമായി കൽപ്പിച്ചു. നോക്കൂ നിങ്ങൾ, അത്രയും എന്തുണ്ട്, പ്രാധാന്യമുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക്. എന്നിട്ട് ഷെയ്ഖ് അതിനെ വിശദീകരിക്കുകയാണ്. അദ്ദേഹം 15ഓളം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാനുള്ള സമയമുണ്ടോ എന്നറിയില്ല. ഏതായിരുന്നാലും നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വിശദീകരിക്കും. അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നത് മിൻ റിസ്ഖിൻ ഹനീഇൻ വാസിഇൻ ഹലാൽ, എന്താണ്, ആശ്വാസകരമായ വിശാലമായ ഹലാലായ ജീവിതോപാധിയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വസൗജത്തിൻ സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യ എന്നാണ്. അതിനെ വിശദീകരിക്കാം നമുക്ക്. സ്വാലിഹത്തായ ഇണകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ അവിടെ വിശദീകരിക്കാം. അതുപോലെ തന്നെ വവലദിൻ തഖറു ബിഹിൽ ഐൻ, കൺകുളിർമയുള്ള സന്താനങ്ങൾ, വറാഹത്തിൻ വഇൽമിൻ നാഫിഅ, അതുപോലെ തന്നെ ഉപകാരപ്രദമായ വിജ്ഞാനം, വഅമലിൻ സ്വാലിഹ, സൽക്കർമ്മങ്ങൾ, വനഹ്വി ദാലിക, ഇങ്ങനെയുള്ളത്. ഇത് കോമൺ ആണ്, ഇതെല്ലാവർക്കും ഉണ്ട്. മനുഷ്യർക്കൊക്കെ എന്തുണ്ട്, അവർക്ക് നല്ല ഭക്ഷണം വേണം, അവർക്ക് ഇണകൾ വേണം, മക്കൾ വേണം, അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ, സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിജ്ഞാനമാണ്. ഇത് എല്ലാ മനുഷ്യൻ്റെയും എന്താണ്, കോമൺ ആയതാണ്. എല്ലാവർക്കും ഇതൊക്കെ വേണം. പിന്നെ അതോട് കഴിഞ്ഞു ഇല്ല. ഇനി രണ്ടാമത്തെ പാർട്ട് എന്താണ്, അത് പരലോകമാണ്. വഹ്സനത്തുൽ ആഖിറ ഹിയ സലാമത്തു മിനൽ ഉഖൂബാതി ഫിൽ ഖബർ വൽ മൗഖിഫി വന്നാർ. നോക്കൂ നിങ്ങൾ, ആ മരണത്തോടു കൂടി അവസാനിക്കാത്ത ഖബറിലുള്ള ജീവിതം ഇല്ലേ, ഖബറിലുള്ള ജീവിതം, അതിനുശേഷമോ അതിനു പരലോകത്തേക്കുള്ള പിന്നെ അവൻ്റെ യാത്ര, ആ പരലോകത്തുള്ള അവൻ്റെ ജീവിതം. വഹുസൂലു റിളല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി. പരലോകത്ത് വിചാരണയുണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട്. വൽ ഫൗസു ബിൻ നഈമുൽ മുഖീം, ശാശ്വതമായ അനുഭൂതികളുടെ വിജയത്തിൻ്റെ സ്വർഗം. വൽ ഖർബു മിൻ റബ്ബിർ റഹീം, പരമകാരുണ്യകനായ റബ്ബിൻ്റെ സാമീപ്യം. ഫസാറ ഹാദ ദുആഉ അജ്മഅ ദുആഇ വഅക്മലഹു വൽ ഔലാഹു ബിൽ ഇസാർ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണമായതും എല്ലാം ഉൾക്കൊള്ളുന്നതുമായ പ്രാർത്ഥന എന്ന് ഈ പ്രാർത്ഥനയെ വിശദീകരിച്ചിട്ട്. ഇനിയോ, അതുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞതുപോലെ വലിഹാദാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുകസ്സിറു മിനദ് ദുആഇ ബിഹി വൽ ഹസ്സ് അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ഇത് പ്രാർത്ഥിച്ചതും കൽപ്പിച്ചതും. ഈ 15 കാര്യങ്ങൾ ഷെയ്ഖ് ഇതിനെ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങൾ, ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്, ഹലാലായ ജീവിതോപാധിയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മളെല്ലാവരും തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് ചോദിച്ചാൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയും. വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്യുന്ന പലരുമുണ്ട്, പല സഹോദരങ്ങളുമുണ്ട്. അവരോട് നമ്മൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ചോദിച്ചാൽ എന്താ പറയുക, മക്കൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ, അവർക്കൊരു വീടുണ്ടാക്കണ്ടേ. ഇതൊക്കെ മറുപടി പറയുന്നവരാണ് ഞാനും നിങ്ങളും. അവയുടെ കൃത്യമായ നിർദ്ദേശം മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ സമാധാനകാംക്ഷികളായ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചല്ലേ, സൂറത്തുൽ ബഖറയിലെ 168-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാനി ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. നോക്കൂ, നിങ്ങൾ വിശ്വാസികളോട് പറയുന്നു അല്ലേ, നിങ്ങൾ മനുഷ്യരോട് പറയുന്നു, മനുഷ്യരെ ഭൂമിയിലുള്ളതിൽ നിന്ന് നിങ്ങൾ അനുവദനീയമായതും വിശിഷ്ടമായതും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഭക്ഷിക്കണം. നിങ്ങൾ പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. അത് ശ്രദ്ധിക്കാൻ വേണ്ടി. കാരണം എന്താ, പിശാചി നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അത് പഠിപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ വാരി തിന്ന എന്നുള്ളത് എന്തല്ല, ഒരു മനുഷ്യനും പാടില്ല. പ്രത്യേകിച്ച് സത്യവിശ്വാസികളോട് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ, സത്യവിശ്വാസികളെ മനുഷ്യരെ എന്നൊക്കെ വിളിച്ച് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഹലാലായത് കഴിക്കണമെന്നുള്ളതാ. നോക്കൂ, ഹലാലൻ ത്വയ്യിബൻ, 2 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഹലാൽ, ഇപ്പോൾ ഒരു ഫ്രൂട്ട്, ഒരു ഓറഞ്ച് നമുക്ക് എന്താണ്, ഹലാലാണ്. ഒരു ചിക്കൻ ബിരിയാണി നമുക്ക് ഹലാലാണ്. പക്ഷേ അത് കേട് വന്നിട്ടുണ്ട് ഇല്ലേ, അത് കേട് വന്നിട്ടുണ്ട്. ബിരിയാണി പുളിപ്പ് വന്നിട്ടുണ്ട്, അത് 2 ദിവസം മുമ്പത്തതാണ്. അങ്ങനെ കേട് വന്ന ഫ്രൂട്ടാണ്. പക്ഷേ അത് കഴിക്കാൻ ഒരു മനുഷ്യന് പാടില്ല. പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ അത് ശ്രദ്ധിക്കേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ, മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു നല്ലവനാണ്. ലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബൻ വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യരെ അള്ളാഹു നല്ലവനാ, അതുകൊണ്ട് അള്ളാഹു നല്ലതല്ലാതെ ഒന്നും സ്വീകരിക്കൂല.
അള്ളാഹുവിന് കൊടുക്കുന്നത് നല്ലതായിരിക്കണം. ഇത് പ്രവാചകന്മാരുടെ ഗിലവും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. യാ അയ്യുഹർ റസൂലു കുലൂ മിൻ തയ്യിബാതി വഅമലൂ സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. പ്രവാചകന്മാരെ, സദ്ദൂതന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? വിശിഷ്ട വസ്തുക്കളിൽ നിങ്ങൾ ഭക്ഷിക്കണം, നിങ്ങൾ സൽക്കർമ്മം പ്രവർത്തിക്കണം. 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് സൽക്കർമ്മം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹലാലായത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ, ഹലാലായത് മാത്രമേ സ്വീകരിക്കുള്ളൂ. കാരണം എന്താണ്? ഹലാലല്ലാത്ത അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ കൊടുക്കുന്ന ദാനത്തെക്കുറിച്ച് മാത്രമല്ല, ഹലാലല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ചുണ്ടാക്കിയ ശരീരം, ആ ശരീരം ചെയ്യുന്ന ഇബാദത്തുകളെ അള്ളാഹു സ്വീകരിക്കൂല. നമ്മൾ മനസ്സിലാക്കണം, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചത്, ആ സമ്പാദ്യത്തിലൂടെ ഹലാലല്ലാത്ത കാര്യങ്ങൾ കഴിച്ചുണ്ടാക്കിയ ശരീരം കൊണ്ടുണ്ടാക്കിയ ഇബാദത്തുകളെ, നന്മകളെ അള്ളാഹു സ്വീകരിക്കൂല. അവിടെ നമ്മൾ വിചാരിക്കുക എന്താ, ഒരു കള്ളത്തരത്തിലൂടെ കുറച്ച് പൈസ ഉണ്ടാക്കി ആ പൈസ ദാനം ചെയ്ത് അള്ളാഹു സ്വീകരിക്കില്ല. അതുമാത്രമല്ല സ്വീകരിക്കാതിരിക്കുക, നമ്മുടെ ശരീരം ചെയ്യുന്ന ഇബാദത്തുകൾ പോലും അള്ളാഹു സ്വീകരിക്കൂല. യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹു പറയുന്നു, മിൻ തയ്യിബാത്തി ആമനു ഖൂലു മിൻ തയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറു ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിങ്ങൾ വിശിഷ്ടമായത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ കഴിക്കുക, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. ഈ ആയത്ത് ഓതിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ദക്കറ റജുല യുതീലു സഫർ. ഒരു മനുഷ്യനെ കുറിച്ച് പറയാം, ഒരു ഉദാഹരണം പറയാം റസൂലുള്ളാഹ്. ഒരാൾ ദീർഘ ദിവസങ്ങൾ യാത്രയിലാണ്. ഇപ്പം നമുക്കറിയാലോ, നമ്മൾ ദീർഘനേരം പോകണ്ട, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ വസ്ത്രം അയൺ ചെയ്ത്, ഡ്രസ്സ് അയൺ ചെയ്ത്, നമ്മളൊന്ന് കാറിലിരുന്ന് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഒന്ന് ഊരിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാം നമ്മളെ വസ്ത്രത്തിൻ്റെ അവസ്ഥ ആകെ ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ദീർഘകാല യാത്രയിലായ ഒരു മനുഷ്യൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. അയാൾ ഡ്രസ്സുകൾ മാറിയിട്ടില്ല, അയാൾ കുളിച്ചിട്ടില്ല, അയാൾ വൃത്തിയായിട്ടില്ല, അയാളുടെ മുടി ജട പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറയാ, അയാൾ ദീർഘകാലത്തെ യാത്രയിലാണ്. അങ്ങനെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അയാളുടെ ശരീരം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിൻ്റെ റസൂൽ ഒരു ഉദാഹരണ സഹിതം പറയും. എന്നിട്ട് പറയാണ്, യമുദ്ദു യദൈഹി ഇലസ്സമാ, അയാൾ ആകാശത്തിലേക്ക് ഇങ്ങനെ കൈ നീട്ടിയിട്ടുണ്ട്. എന്നിട്ടോ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, എന്താ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് റസൂലുള്ള പറയുന്നു, വമത്ഉഹു ഹറാം, അയാൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അയാൾ കുടിക്കുന്ന വെള്ളം ഹറാമാണ്. വഉദിയ ബിൽ ഹറാം വമൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം ഹറാമാണ്. വഉദിയ ബിൽ ഹറാം ഫഅന്ന ഇസ്തജാബ്, അയാൾ മൊത്തത്തിൽ എന്താണ്? ഹറാമിലാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യൻ അയാൾ മൊത്തത്തിൽ ഹറാമിലാണ് ജീവിക്കുന്നത്, മൊത്തത്തിൽ ഹറാമിലാണ് ജീവിക്കുക. അയാളെ ഭക്ഷണം, അയാളെ സമ്പാദ്യം, അയാളെ യാത്ര, ഇതെല്ലാം ഹറാമിലാണ്. പിന്നെ എങ്ങനെ അയാൾക്ക് ഉത്തരം ലഭിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണത്തിന് വേണ്ടി, അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ, വീടുണ്ടാക്കാൻ വേണ്ടി, വാഹനം വാങ്ങാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഹലാലും ഹറാമും നോക്കാതെ നമ്മുടെ ജീവിതയാത്ര തുടരുമ്പോൾ നാം എത്രത്തോളം അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട്, എത്രത്തോളം അത് നമ്മൾ നിഷ്കർഷ പുലർത്തുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയാ? റബ്ബിൻ്റെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാ. ഇല്ലേ, നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഇദാ സല്ല സുബ്ഹ ഹീന യുസല്ലിമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സുബ്ഹ് നിസ്കാരാനന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. നോക്കൂ, നബി പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. നോക്കൂ നിങ്ങൾ, 3 കാര്യങ്ങൾ നബി പ്രാർത്ഥിക്കുന്നു. ഇല്ലേ, എന്തൊക്കെയാണ് നബി പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ, ഉപകാരപ്രദമുള്ള, എന്താണ് നബി അള്ളാഹുവിനോട് ചോദിക്കുക? ഉപകാരമുള്ള ഇൽമ് റബ്ബെ എനിക്ക് തരണം, വിജ്ഞാനം നീ എനിക്ക് തരണം എന്ന് നബി പ്രാർത്ഥിക്കുന്നു. വറിസ്ഖൻ ത്വയ്യിബ, റിസ്ഖ്, ഇല്ലേ, നല്ല ഭക്ഷണം നബി പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് തരണം. വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമലുകൾ. കാരണം എന്താണ്? അള്ളാഹു സ്വീകരിക്കണം സഹോദരങ്ങളെ. അള്ളാഹു സ്വീകരിക്കാതിരുന്നാൽ എന്തായിരിക്കും നമ്മുടെ? നോക്കൂ നിങ്ങൾ, സലഫുകളായ ആളുകൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അല്ലേ? സലഫുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ, എന്തെങ്കിലും അന്നം തേടി, റിസ്ഖ് തേടി പോകുന്ന അവരോട് അവരുടെ ഭാര്യമാർ പറയും. ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, അദ്ദേഹം പറയണത്, കാന റജുലു ഇദാ ഖറജ മിൻ മൻസിലിഹി, അവരെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുമ്പോൾ യഖൂലു ലഹു അഹ്ലുഹു,
അവരെ വീട്ടുകാർ ഭാര്യ പറയും, എന്ത് പറയും? ഇയ്യാക വകസബൽ ഹറാം വ ഇന്നാ നസ്ബറു അലൽ ജൂ. നിങ്ങളെ ഹറാമായതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാ പറയണത്. നിങ്ങൾ ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നൊക്കെ വിശപ്പാണ്, പട്ടിണിയാണ്, വീട്ടിലൊന്നും ഉണ്ടാക്കാനില്ല, വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നും വിശപ്പ് തന്നെയാണ് അവർക്ക്. ആ വിശപ്പുള്ള കുട്ടികൾ പട്ടിണിയിലാണ്, ഭാര്യമാർ പട്ടിണിയിലാണ്. അങ്ങനെ അവരെ മുഖം കണ്ടിട്ട് സഹിക്ക വയ്യാതെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഇറങ്ങിപ്പോകുന്ന ഭർത്താവിനോട്, പുരുഷനോട് പറയാണെന്ത്? നിങ്ങളെ പിന്നെ ഇങ്ങോട്ട് ഹറാമായതൊന്നും കൊണ്ടുവരരുത്, ഹറാമായതൊന്നും കൊണ്ടുവരരുത്, ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വ ഇന്നാ നസ്ബുറു അലൽ ജൂഇ വലാ നസ്ബുറു അലന്നാർ. എന്നാൽ നരകത്തെ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതിന് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, നരകം ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം എന്താണോ? ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹാനായ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുല്ലു ജുസ്മിൻ നബത മിൻ സുഹുതി ഫന്നാറു ഔലാ ബിഹി. ഏതൊരു ശരീരമാണോ ഹറാമിലൂടെ വളർന്നു വരുന്നത് അതിനർഹമായത് നരകമാണ്. നമ്മൾ ആലോചിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ എന്തെങ്കിലും നിലക്ക് ഒരു ഹറാമ് കലരുന്നുണ്ടോ, കൂടിക്കലരുന്നുണ്ടോ? അതുകൊണ്ടാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത്, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്, മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്, നമ്മുടെ വീട് നിർമ്മിച്ചത്, നമ്മുടെ വാഹനം പോകുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ മറ്റെല്ലാ ചെലവുകളും അങ്ങനെയാണോ നമ്മൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടക്കാരായിരിക്കും. ഏതൊക്കെ വിഷയത്തിലാണ്? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇനി സമ്പാദ്യം മാത്രമാണ്. നബി പറഞ്ഞ ഏറ്റവും കർക്കശമായി പറഞ്ഞ പലിശ. നിങ്ങളാലോചിക്കും, പലിശ എന്ന് പറയുന്ന വിഷയത്തിൽ ആരാ മുങ്ങിക്കുളിക്കാത്തത്? എല്ലാവരും പലിശയിലാണ്. അതിപ്പോൾ വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ പറയാം പലിശ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ, റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ലാപ്ടോപ്പ് വേണം നിങ്ങൾക്ക് മൊബൈൽ വേണം, അതിനില്ലേ EMI ഇല്ലേ? വളരെ സിമ്പിളായിട്ട് മനുഷ്യർക്കിടയിൽ ഇത് സിംപ്ലീകരിച്ചു ഇല്ലേ, വളരെ നോർമലീകരിച്ചു ആളുകൾ. അതൊക്കെ അതൊരു കുട്ടികൾ പറയാം, വീട്ടിലെ കുട്ടികൾക്ക് വരെ EMI സൗകര്യം ലഭ്യമാണ്. കുട്ടികൾ പോലും പറയാം. ഇപ്പം എൻ്റെ മോൻ പറയണേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ പറയാം, ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ EMI ഉണ്ട്, ഞങ്ങൾക്ക് ലാപ്ടോപ്പും കുട്ടികൾ കളിക്കണം മറ്റേ സാധനം SUP അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ മക്കൾ പറയാം അത് വേണം. അപ്പോൾ നമ്മൾ പറയുന്നത് പൈസ അല്ല, അതിനെന്താ EMI ഇല്ലേ? ഇത് മക്കൾ പോലും നോർമലൈസ് ചെയ്തു പറയാൻ മാത്രം നമ്മുടെ നാട്ടിൽ ഈ പലിശ സംവിധാനം വളർന്നു. നിങ്ങളൊന്ന് ആലോചിക്കും, 20 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ 1-2 ബാങ്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നോ നമ്മുടെ നാട്ടിൽ സകല ഗ്രാമപ്രദേശങ്ങളിൽ അടക്കം 2-3, അതുപോലെ തന്നെ ടൗണുകളിലാണെങ്കിൽ 10-20 ബാങ്കുകൾ, സ്വർണം വായ്പകളും അതുപോലെ തന്നെ പലിശ ഉൾക്കൊള്ളുന്ന മറ്റുള്ള സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ടേ. ആരാ അത് പ്രോത്സാഹിപ്പിക്കുന്നത്? മിനിമം നമ്മളെ ജില്ലകളിലെങ്കിലും ഇല്ലാതൊക്കെ മുസ്ലിങ്ങളായ നമ്മളെവിടെയെങ്കിലും എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. വീട് മോടി കൂട്ടുന്നതിൽ, വാഹനം വാങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തൊരിക്കൽ ഒരു കല്യാണം പറയാൻ വേണ്ടി വന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല വിലപിടിപ്പുള്ളൊരു ഒരു കാറിലാണ് വന്നത്. ഇയാളെ എനിക്കറിയാം, അദ്ദേഹത്തിന് 2 കോടി രൂപ കടമുണ്ട്, 2 കോടി രൂപ കടം. അപ്പോൾ ഞാൻ അയാളുടെ മോൻ്റെ കല്യാണം പറയാൻ വന്ന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സംസാരത്തിനിടയിൽ ഞാൻ ചോദിച്ചു, ഈ കാറ് ആരതാന്ന് ചോദിച്ചു. ഇപ്പോൾ വാങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ കാറല്ലോ, അപ്പോൾ എത്രയെന്ന് ചോദിച്ചപ്പോൾ ഇത്ര ലക്ഷമുണ്ട്. അപ്പോൾ ചോദിച്ചു റെഡി പൈസ ആണോ? അല്ല. നിങ്ങളെ കടം എന്തായെന്ന് ചോദിച്ചു. അതൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ കല്യാണം പറയാൻ വേണ്ടി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് പലിശ. അതിനും ആകെ 10,000 രൂപ കൊടുത്തുള്ളൂ. നോക്കൂ നിങ്ങൾ, വെറും 10,000 രൂപ കൊടുത്തിട്ട് ലക്ഷങ്ങൾ വിലയുള്ള കാറുമായി നമ്മൾ ആധാർ കാർഡ് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ് നാട്ടിൽ. ഈ പലിശ എന്ന് പറയുന്ന ഈ അവസ്ഥ നമ്മളെ ചൂടും മൂടിയിരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ, എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പം ഞാൻ എളുപ്പം പറയുകയാണെങ്കിൽ, എൻ്റെ നാട്ടിൽ നിന്ന് വണ്ടൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുന്ന എൻ്റെ വീടിനോട് അടുത്തുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ട്, പച്ചക്കറി കച്ചവടക്കാരുണ്ട്, ഫ്രൂട്ട് കച്ചവടക്കാരുണ്ട്, പല ജാതി കച്ചവടക്കാരും. ഇടയിൽ എന്തുണ്ടെങ്കിൽ ഒരു കാറുമായ ഒരു ചങ്ങായി ഉണ്ടാവും, ഒരു കാറ് ഒരു ബൈക്കൊക്കെ ആയിട്ട്. 30 രൂപക്ക് കരിമ്പിൻ ജ്യൂസ് കുടിച്ച് 1000 രൂപക്ക് ആധാർ കാർഡ് കൊടുത്ത് ഈ കാർ വാങ്ങി നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും. അത്ര എളുപ്പമാണ് നമ്മുടെ നാട്ടിൽ പലിശ, അത്ര എളുപ്പമാണ്. നിങ്ങളൊന്ന് റെഡി ക്യാഷുമായിട്ട് ഏതെങ്കിലും വാഹനം വിൽക്കുന്നിടത്തൊന്ന് പോയി നോക്കി. റെഡി പൈസ എടുത്താ 2 ലക്ഷം റുപ്യ ഇതാക്കുന്ന ഒരു ബുള്ളറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല. അതേസമയം പലിശയാണ്, അടവാണെന്ന് പറഞ്ഞാലോ അവർ ഭയങ്കര സൽക്കാരായിരിക്കും. നമ്മളൊപ്പം നിർത്തുന്ന ഫോട്ടോ എടുക്കണേ, എന്നിട്ട് നമ്മൾ റെഡി പൈസ ആണെങ്കിൽ 2000 രൂപ കുറക്കണം എന്ന് പറഞ്ഞാൽ കുറക്കൂല, 1 രൂപ പോലും കുറക്കൂല. ഒരു പറയും പലിശ അടവാണെങ്കിൽ ഞങ്ങൾ 2000 രൂപ കുറച്ചു തരാൻ പറയും. കാരണം എന്താ? നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ഇനി നിങ്ങൾ റെഡി ക്യാഷ് കൊടുത്തിട്ട്
നമ്മൾ റെഡി ക്യാഷ് എന്ന് പറഞ്ഞ് ചെന്നാൽ തന്നെ ഒരാൾ വന്നിട്ട് നമ്മളെ റൂമിൽ കൊണ്ടുപോകും. എന്തിനാ ഈ പൈസ നിങ്ങൾ ഇങ്ങനെ കൊടുക്കണേ? ഇത് ബാങ്കിലിട്ടൂടെ, ഇവിടെ ഇതിന് അടവിട്ടാൽ പോരെ, ആ പൈസ എനിക്ക് വേറെ ബിസിനസ്സിന് ഉപയോഗിച്ചാൽ നമ്മളെ ഭയങ്കര മോട്ടിവേഷനായി. കാരണം എന്താ, ഈ പലിശ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇങ്ങനെ വളർത്തിക്കൊണ്ടേരാണ്. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നെന്താ പറയുക, നമ്മൾ മുസ്ലിങ്ങൾ ഇതൊക്കെ വളരെ ചെറുപ്പം മുതലേ കേൾക്കു തുടങ്ങിയതാണ്. പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ, ഒരു പെൺകുട്ടി അവർ പിന്നെ ഈ പലിശയുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തി. എവിടുന്നോ കേട്ടതാണ് അവർ ഈ പലിശ എന്ന് പറയുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട പലിശ എത്രത്തോളം വലിയ ഭീകരമായ ഒരു വലിയ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ഉമ്മയുമായി 40 തവണ വ്യഭിചരിക്കുക. അതൊക്കെ നിങ്ങൾ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മ്ലേച്ഛതയാണ്. അത് സ്വന്തം ഉമ്മയുമായി ഒരു ദീനാറ് പലിശ വാങ്ങുന്നത്, ഒരു ദിർഹം പലിശ വാങ്ങുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി പറഞ്ഞതാണ്. അത്ര ഗൗരവമായിട്ട് പറഞ്ഞു. എന്നിട്ട് നമുക്കത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി ഇതിനെപ്പറ്റി മനസ്സിലാക്കി പിൽക്കാലങ്ങളിൽ അവളുടെ പഠനം അവളെ ദീനിലേക്ക് എത്തിച്ചു, ഇസ്ലാമിലേക്ക് എത്തിച്ചു. ആ ഇസ്ലാമുമായി മുന്നോട്ട് പോയപ്പോൾ വീടുകളിലും നാട്ടിലും ജോലി ചെയ്യുന്നിടത്തൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായി. കാരണം അവരറിയപ്പെടുന്ന വലിയ ഒരു പലിശ സമ്പ്രദായമല്ല, പലിശയുമായി ജീവിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരാളുടെ മകളാണ്. അപ്പോൾ പിന്നെ അവരിവിടെ നിൽക്കാൻ വലിയ പ്രയാസം ഉണ്ടായപ്പോൾ ഈ കുട്ടി എന്താ, ഇവിടുന്ന് പോവാം, വിദേശത്തെ ഇവിടെ ജോലി ശരിയാക്കി പോവാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് ഈ കുട്ടി പോകുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് ഈ കുട്ടിയുടെ പിതാവിൻ്റെ അമ്മ വന്നിട്ട് എന്ത് ചെയ്തു, അവളെ കുറേ വിളിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ എന്താണ്, ഞാനെനിക്ക് ജോലി ശരിയായിട്ടുണ്ട്, ഗൾഫിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന സമയത്ത് ഏതായാലും നീ പോവല്ലേ, അപ്പോൾ ഒരു വലിയ ബാഗിൽ നിന്ന് ഒരു വലിയ കിഴിയെടുത്തിട്ടുണ്ട്, നീ സ്വീകരിക്കണം, ഇത് നിൻ്റെ അച്ഛൻ അയച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്കതിൽ നിന്ന് ഒരു ഒറ്റ രൂപ ഉണ്ടല്ലോ അതുപോലും വേണ്ട. കാരണം ഇതെൻ്റെ പിതാവ് ഉണ്ടാക്കിയത് പലിശ വാങ്ങിയിട്ടുണ്ടാക്കിയതാണ്. ഞാൻ തീരുമാനിച്ചു ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ അതിൽ ഇതുവരെ എനിക്കത് അറിയില്ലായിരുന്നു, ഇത്രയും ഗുരുതരമായ ഒരു തെറ്റാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിനി അതിനൊരു രൂപ പോലും വേണ്ട. ആകൊരു മകളാണ്, കോടിക്കണക്കിന് സ്വത്തുണ്ട്. അതുകൊണ്ട് എനിക്കതിലൊരൊറ്റ രൂപ പോലും വേണ്ട. ഒന്നും വാങ്ങാതെ ആ കുട്ടി കൈ വീശിപ്പോയി. കാരണം അത് ദീനാണ്, അത് ഈമാനാണ്. നമ്മൾ എത്ര കാലമായി സഹോദരങ്ങളെ ഇതിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കണേ, എത്ര കാലമായി അല്ലേ? മോഡൽ മാറുന്നതനുസരിച്ച് അല്ലേ? അതുപോലത്തെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി അല്ലെങ്കിൽ വീട് മോടി കൂട്ടാൻ വേണ്ടി ഇതൊക്കെ പലിശയുമായി വളരെ വളരെ നിസ്സാരമായി കാണുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ പിന്നെ അയാൾ പിന്നെ ഭയങ്കര അസ്വസ്ഥനാണെന്ന് പറഞ്ഞാൽ അയാൾ ആത്മഹത്യ ചെയ്യാൻ പോലും അത്തരം ഒരു മാനസികാവസ്ഥയിൽ ഒരു മനുഷ്യൻ കയറി വന്നു. ഒരു മനുഷ്യൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ അയാൾ സംസാരിക്കണം. എന്താ സംസാരിക്കണ? അയാളാകെ വെറുത്തിട്ട് അയാളാകെ വല്ലാത്തൊരവസ്ഥയില്ല. എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ, നിങ്ങൾ സമയം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ സംസാരം കേൾക്കുക. എന്താ സംസാരം? അയാൾ പറയാം, വർഷങ്ങളായിട്ട് മൂപ്പര് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു ശമ്പളമുള്ള ജോലിക്കാരനാണ്, വളരെ തുച്ഛമായ വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നെ നിരന്തരം എന്ത് ചെയ്യും, അവർക്ക് ഇന്ന പാർക്കിൽ പോകണം, ഇന്ന ഹോട്ടലിൽ പോകണം, ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് അവർ നിരന്തരം എന്നെ എന്ത് ചെയ്യും, ശല്യപ്പെടുത്തും. എനിക്കാണെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഞാൻ കുറേ കാലം ഞാൻ സഹിച്ചു. അവസാനം ഞാനൊരു ദിവസം മൂപ്പര് പറയാണ്, ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഞാൻ അവരെയും കൊണ്ട് എന്ത് ചെയ്തു, വീട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരുങ്ങി, നമുക്ക് നിങ്ങൾ പറയുന്ന ഒരു പാർക്കിൽ പോകാം, നിങ്ങൾ പറയുന്ന ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ ആ മനുഷ്യൻ വന്നു. അങ്ങനെ ഭാര്യയും കുട്ടികളൊക്കെ ഒരുക്കിയിട്ടോ അവരെയും കൂട്ടി ഇയാൾ പോവാണ്. പാർക്കിൽ പോയി കുട്ടികളിങ്ങനെ സന്തോഷത്തിൽ പിന്നെ പാർക്കിൽ പുല്ലിലും അതുപോലെ തന്നെ ഊഞ്ഞാലിലും അവരാ ഉദർസിലൊക്കെ ഇങ്ങനെ കളിക്കുകയാണ്. കുട്ടികൾ ഭയങ്കര സന്തോഷത്തിൽ, ഭാര്യ അതിലും വലിയ സന്തോഷത്തിൽ. കാരണം ഒരുപാട് കാലത്ത് ആഗ്രഹം അല്ലേ, കെട്ടി ഒരുങ്ങി വന്ന് പിന്നെ ഭയങ്കര സന്തോഷത്തിൽ നല്ല ഭക്ഷണമൊക്കെ അവർ പറഞ്ഞ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പെണ്ണ് ചോദിക്കണം, അല്ല അപ്പോൾ ഇയാളെന്താ വെച്ചാൽ ഇയാൾക്ക് ഇതിലൊന്നും സന്തോഷം കണ്ടെത്തുന്നില്ല, ഇയാളാകെ മരവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇയാളോട് ചോദിക്കണം, അല്ല മനുഷ്യ, ഈ മക്കൾ എന്തൊരു സന്തോഷം, ഞാനും അതീവ സന്തോഷത്തിലാണ്, പിന്നെ എന്താണ് നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, മോളെ നിനക്കറിയോ, നിങ്ങളുടെ ഏറെ കാലത്തെ ഒരു ആഗ്രഹമാണ് എന്ത്, ഇങ്ങനെ ഒരു പാർക്കും അതുപോലെ തന്നെ നല്ല ഭക്ഷണമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ ഈ പൈസ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയോ? അപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വരുന്ന സമയത്ത് റോട്ടിൽ ആരുമില്ല, ഒരു കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്സിഡൻ്റായി കിടക്കുന്നുണ്ട്. അതിൽ പിന്നെ 2-3 ആളുകൾ, അതിലെ ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ 2 കുട്ടികളും, അവർക്കൊന്നും ജീവനുണ്ടോ എന്ന് പോലും അറിയില്ല, രക്തം വാർന്ന് ഒലിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ എന്താ, ആ കാറിൽ നോക്കിയപ്പോൾ എന്താ കണ്ടത്,
അവരുടെ ഡാഷ് ബോർഡ് തുറന്നിട്ട് അതിലെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ ചിന്നിച്ചിതറിയിട്ടുണ്ട്. അപ്പോൾ കണ്ട പാടെ ഞാൻ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു, അത് ഞാൻ എൻ്റെ ബാഗിലാക്കി ഞാൻ വേഗം പോകുന്നു. അവർക്ക് ജീവനുണ്ടോ, അവരാരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഈ പണം കൊണ്ടാണ് ഞാൻ നിങ്ങളെന്ത് ചെയ്തത്, ഇന്ന് നിങ്ങളെ സൽക്കരിച്ചത്. അപ്പോൾ ഇത് അയാൾ പറയണത്. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ഭാര്യ എന്താ പറയുക, ഒരു പെണ്ണെന്താ പറയുക, നിങ്ങൾ എന്ത് വൃത്തികെട്ട മനുഷ്യനാ, അങ്ങനെയാണ് ചെയ്യുക. ഇവർ ആക്സിഡൻ്റായി കിടക്കുന്ന അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ മറ്റു സഹായങ്ങളോ ചെയ്യുകയല്ലേ വേണ്ടത്. പക്ഷേ ഈ പെണ്ണെന്താ പറഞ്ഞിറങ്ങി, നിങ്ങളെന്ത് മനുഷ്യനാ, അങ്ങനെ പെട്ടെന്ന് കിട്ടിയത് വാരിയെടുത്ത് പോരുകയാണ് ചെയ്യുന്നത്. ആ സ്ത്രീയുടെ കയ്യിലോ കഴുത്തിലോ വല്ല സ്വർണ്ണാഭരണങ്ങളോ ഉണ്ടോ നോക്കിക്കൂടായിരുന്നോ, അതും കൂടി എടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഇതാണ് ഇയാൾ പറയുന്നത്, ഇയാളെ പ്രശ്നം അതാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇയാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ദീന് കുറച്ചുകൂടി ഉള്ളതുകൊണ്ട് എന്താണ് അയാൾ പിടിച്ചു നിന്നു. മനസ്സിലായില്ലേ? ഇതാണ് അവസ്ഥ. അപ്പം ഇവിടെ നമ്മൾ ആലോചിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഹദീസ് കൃത്യമായി മനസ്സിലാക്കിയ ഒരു പെണ്ണ് ഭർത്താവിനോട് പറയണെന്ത്, എന്താ പറയുന്നത്, കുല്ലു ജിസ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏതൊരു ശരീരമാണോ ഹറാമിലൂടെ വളരുന്നത് അത് നരകത്തിനുള്ളതാണ്. സഹോദരങ്ങൾ, അപ്പോൾ അതിൻ്റെ പറയുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ള, പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ റിസ്ക് എന്ന് പറയുന്നത് ഹലാലാകണം. റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഹലാലല്ലെങ്കിൽ ആ ഹലാലല്ലാത്ത റിസ്ക് കൊണ്ട് നമ്മുടെ ശരീരത്തിലൂടെ അത് വളർന്ന് നമ്മൾ ചെയ്യുന്ന എന്ത് ഇബാദത്താകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മറ്റുള്ള കർമ്മങ്ങളാകട്ടെ, ഒരു കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി ഷേഖ് പറഞ്ഞത് സോലിഹത്തായ ഭാര്യയെക്കുറിച്ചാണ്. സോലിഹത്തായ ഭാര്യ നമ്മൾ എപ്പോഴും പറയുന്നത്, അപ്പോൾ പിന്നെ സഹാബികൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾ സ്വർണവും വെള്ളികളൊക്കെ ആളുകൾ സ്വത്തായി സ്വീകരിക്കുന്നുണ്ട്, ഇതൊക്കെ സ്വത്ത് ആളുകൾ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ എന്തൊരു സ്വത്താണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങളൊരാൾ എന്താക്കണം, നന്ദിയുള്ള അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ഹൃദയം, അതുപോലെ തന്നെ അവന് ശുക്ർ ചെയ്യുന്ന ഒരു നാവ്, അതുപോലെ തന്നെ വസൗജത്തൻ മുഅ്മിനത്തൻ, ഒരു സ്വാലിഹത്തായ ഒരു ഇണ നിങ്ങൾക്കുണ്ടാകണം. അവിടെ ഭാര്യ എന്നാണ് പദമെങ്കിലും നമ്മൾ പരസ്പരം മനസ്സിലാക്കണം, ഇണകളായി നമ്മൾ ജീവിക്കണം. ഒരു പെണ്ണ് മാത്രം നന്നായാൽ പോരല്ലോ, ഒരാണും നന്നാകണമല്ലോ. പലപ്പോഴും പിന്നെ സ്ത്രീകൾ ഭാര്യമാരെന്ത് ചെയ്യും, എപ്പോഴും ഭർത്താക്കന്മാരെ കുറിച്ചുള്ള പരാതികൾ മാത്രമാണ് പറയാം. ഇത് ഭർത്താക്കന്മാർക്കും പരാതികളുണ്ടാവും, പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ ദുനിയാവ് മുഴുവനും ആസ്വാദനമാണ്, അതിലേറ്റവും നല്ല വിഭവം സോലിഹത്തായ ഒരു പെണ്ണാണ് എന്ന് റസൂലുള്ളാഹി പറയുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പരസ്പരം മനസ്സിലാക്കണം, പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളിൽ പരസ്പരം നമ്മൾ സഹായിക്കണം. എൻ്റെ ഭർത്താവ് നരകത്ത് പോകാൻ ഞാൻ കാരണമാകാൻ പാടില്ല, എൻ്റെ ഭാര്യ നരകത്ത് പോകാൻ ഞാൻ കാരണമാകാൻ പാടില്ല എന്ന് കൃത്യമായി രണ്ടുപേരും എന്താകണം, അത് മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ നിലക്കും ദുഷിച്ചു പോയ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും കുടുംബം. ഇപ്പോൾ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ ആലോചിക്കും, നമ്മളിപ്പോൾ ഈ രാജ്യത്തിൻ്റെ രാജാവാണ് എന്ന് വിചാരിച്ചോളി, എന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. സമ്പത്ത് കുറേ നമ്മളെടുത്തുണ്ട്, സ്വർണത്തിൻ്റെ 2 or 3 മല നമ്മളെടുത്തുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചോളി, നമുക്ക് സമാധാനം ഉണ്ടാവും. നമ്മളെ വീട്ടിലാണ് സമാധാനം ഉണ്ടാകുന്നത്. ഗിറുഗിറുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു വൈകുന്നേര സമയത്ത് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നാൽ അവിടെ ഒരു സുഖസുന്ദരമായ ഒരു അവസ്ഥ നമുക്കില്ലെങ്കിൽ പിന്നെ എന്ത് സമാധാനമാണ് നമുക്കുള്ളത്? സമാധാനം എന്ന് പറഞ്ഞാൽ വീട്ടിലാണ്ടാണത്. എന്നിട്ട് നമുക്ക് പണം ഉണ്ടായിട്ട് കാര്യമുള്ളൂ, എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ. അത് നമ്മൾ അറിയണം. ദരിദ്രനാണോ, ഏറ്റവും വലിയ ദരിദ്രനാണോ, അവിടെ ഒരു പെണ്ണ് നന്നായാൽ, ഒരു പെണ്ണ് അവിടെ സ്വാലിഹത്താണെങ്കിൽ എന്താ പറയുക, അവിടെ നല്ല സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, എല്ലാ നിലക്കും ഉണ്ടാവും, നമ്മൾ പൊളിഞ്ഞു പോകും, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എത്ര വലിയ സുഖസൗകര്യങ്ങളും വലിയ ആഡംബരങ്ങളും എന്തുണ്ടായിട്ടും കാര്യമില്ല. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ നിരന്തരം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഇവരെ പ്രശ്നങ്ങളാണ് അവർ പറയണത്. ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് നമ്മുടെ കുറിപ്പം നമ്മൾ ആലോചിക്കും. നമ്മൾ മുസ്ലിങ്ങളാണല്ലോ, നമുക്ക് ശരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അറിവിൽ പറഞ്ഞ 1% ആളുകളെ ചിലപ്പോൾ നമ്മളെ ഇതിനൊക്കെ വിളിക്കുന്നുണ്ടാവുള്ളൂ. ആ വിളിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞാൽ എന്നും എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ കേൾക്കുന്നവരും ഇതുപോലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരും അതല്ലാത്ത രൂപത്തിൽ മറ്റുള്ള പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ കേൾക്കുന്നവരൊക്കെയാണ്. ഇവരാണ് ഇതൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാത്ത ആളുകൾ ഒരു 99% ഒരു വലിയ ജനസാമാന്യം ഇവിടെ ഉണ്ട്.
അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മൾ പല പ്രയാസങ്ങളും പറഞ്ഞു വിളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ മുസ്ലിങ്ങളാണല്ലോ, നമുക്ക് ഖുർആനുണ്ടല്ലോ അല്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുടെ സത്യത്തിൽ എന്ത് നമുക്കുള്ള എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം അള്ളാഹിനെ കുറിച്ച് ഓർക്കലാണ് അല്ലേ. അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ നമുക്കെന്ത് പ്രയാസമുള്ളത്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇപ്പം ചില ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ 2-3 മണിക്കൂർ സംസാരിച്ച സത്യത്തിൽ ഒന്നും ഉണ്ടാവില്ല, ചെറിയ നിസ്സാരമായ കാര്യം. പക്ഷെ എന്താണ്, ഇപ്പം ഞാൻ ഒരു സ്ത്രീ പറയാൻ, എന്ത് ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എനിക്ക് എല്ലാ സൗകര്യമുണ്ട്, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എന്തിനാ പോണ്? എന്താ ഇയാളെ ഒന്നിനും കിട്ടണില്ല, ഇയാളൊരു 5 മിനിറ്റ് വർത്താനം പറയാൻ കിട്ടണ്ടേ, എൻ്റെ ഭർത്താവാണ്, ഇയാളൊരു 5 മിനിറ്റ് വർത്താനം പറയാൻ കിട്ടണ്ടേ, എന്താ ഇവിടെ ജീവിച്ചിട്ട് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നിസ്സാരമായ ഒരു ചോദ്യമാണ്. പക്ഷെ അല്ല, അതൊരു വലിയ ചോദ്യമാണ്. ഒരു 5 മിനിറ്റ് സ്വന്തം ഭാര്യയോടൊന്ന് സംസാരിക്കാൻ ഇല്ലേ, ഒന്ന് മുറ്റത്തോ സിറ്റ് ഔട്ടിലോ സ്വന്തം ബെഡ്റൂമിലോ ഒന്നിന്ന് സംസാരിക്കാൻ മെനക്കെടാത്ത ഒരാൾ, അപ്പോൾ അവിടെ പ്രശ്നം വരും. അവിടെ അവിഹിതങ്ങൾ, ഇവർക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ, എൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ തുനിഞ്ഞിട്ടില്ല എങ്കിൽ അത് കേൾക്കാൻ വേറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരും. അവിടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കാൻ എന്താ പറയുക, ഇവക്ക് എന്താ പറയേണ്ടക, വീട്ടിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളാണ് പറയേണ്ടക. വീട്ടിൽ ഞാൻ ഇപ്പം ഒന്ന് കുറേ പണിയെടുത്തു അല്ലേ, ഞാൻ ഇപ്പം ഒന്ന് കുറേ അലക്കിയിട്ടിട്ടുണ്ട്, ഞാൻ കുറേ വിറകുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒന്ന് ചെവി കൊടുത്തിട്ട് പിന്നെ അതിനൊന്ന് അഭിനന്ദിച്ച് അല്ലേ, ഒന്ന് പ്രോത്സാഹിപ്പിച്ച് പോയാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്യൂല. പക്ഷേ അവിടെ ഭാര്യമാർ മനസ്സിലാക്കാനുണ്ട്, ഇവിടെ പെണ്ണുങ്ങളും മനസ്സിലാക്കാനുണ്ടല്ലോ, അത് അവർ മനസ്സിലാക്കൂല. കാരണം ഇയാൾ പുറത്ത് പോയി ജോലി ചെയ്ത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. എന്ത് ജോലി, ഏത് AC റൂമിനുള്ളിൽ ഇരുന്ന ജോലിയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അയാൾക്കുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നമുക്കറിയാം, അപ്പം പിന്നെ സൂറത്ത് മാഇദയിലെ 155-ാമത്തെ വചനമാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് അല്ലെ. ഈ ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൂന ഉജൂറക്കും ഇലാ യൗമിൽ ഖിയാമ, എല്ലാവർക്കുമുള്ള പ്രതിഫലം അള്ളാഹു ഖിയാമത്ത് നാളിലാണ് കൊടുക്കുക, പരലോകത്ത് വെച്ചാൽ കൊടുക്കുക. നമ്മൾ ആലോചിക്കും, അവിടെയാണ് പ്രതിഫലം. ഇപ്പം നമ്മൾ ചെയ്യുന്ന എന്ത് പണി, നിസ്കാരം, സദഖയും നോമ്പും പിന്നെ ഉംറയും ഹജ്ജും ഇതൊന്നുമല്ല, ഇത് മാത്രമല്ല, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ പ്രവർത്തനങ്ങളുടെയൊക്കെ കൂലി നാളെ പരലോകത്ത് വെച്ചാൽ നീയത്തുണ്ടാകണം. രാവിലെ എഴുന്നേറ്റ് അത് പിറുപിറുത്ത് ദേഷ്യപ്പെട്ട് ഇനിയിപ്പോൾ പിന്നെ അടുക്കളയ്ക്ക് പോകണം അല്ലേ, അവിടെ പണ്ടാറണമെങ്കിൽ കുറേ പണിയുണ്ട്, അങ്ങനെ പോയാൽ എന്തുണ്ടാവില്ല, അതിന് കൂലി ഉണ്ടാവില്ല. അതേസമയം ബിസ്മില്ല പറഞ്ഞ് അടുക്കളയ്ക്ക് ഇറങ്ങി എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കാനാണ്, അവരെ സ്കൂളിൽ പറഞ്ഞേക്കാനാണ്, ജോലിക്ക് പറഞ്ഞേക്കാനാണ്, അവരെ ഡ്രസ്സ് അലക്കണതും അവരെ ഡ്രസ്സ് അയൺ ചെയ്യുന്നതും അവരെ ഒരുക്കുന്നതും അവർ വരുമ്പോഴൊക്കെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും അവർക്ക് വേണ്ടി കിടന്നുറങ്ങാൻ വിരിക്കുന്നതൊക്കെ എന്താ, അള്ളാഹു പ്രതിഫലമുണ്ട്, അതൊരു ഇബാദത്താണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തിട്ടില്ല, ഇയാൾ അതിനെക്കുറിച്ചൊന്നും എന്നോട് ഒരു നല്ലൊരു വാക്ക് പറഞ്ഞില്ല. നന്നായിട്ടുണ്ട് കേട്ടോ, നീ പിന്നെ ഇന്നത്തെ ഭക്ഷണം നന്നായിട്ട്, ഇതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യണ്ട, അവിടെ വിഷമിക്കണ്ട. കാരണം എന്താ, ഇതിനുള്ള പ്രതിഫലം എൻ്റെ ഭർത്താവിനെ പരിഗണിച്ചിട്ടില്ലെങ്കിലും ഇതിനുള്ള പ്രതിഫലം നാളെ റബ്ബ് എനിക്ക് തരും. ഇത് മനസ്സിലാക്കിയാൽ പോരെ. അവിടെ വേറെ വല്ല കൗൺസിലിങ്ങിനും പോകണോ, വേറെ എന്തെങ്കിലും ബേജാറുണ്ടോ? ഒരു ബേജാറ്. അതിനെ നെവർ മൈൻഡായിട്ട് നമ്മൾ വിടണം. പക്ഷെ വിടൂല. നമ്മളതിങ്ങനെ പെരുപ്പിച്ച് അതിങ്ങനെ ഉള്ളിലിങ്ങനെ കൊണ്ടെടുക്കും. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതും ഉള്ളിലിടും. ഇല്ല, അങ്ങനെ 3-4 പ്രശ്നങ്ങൾ ഒരു ദിവസം വരുമ്പോൾ ഒന്നായിട്ട് പൊട്ടിത്തെറിക്കും. ഈ ചങ്ങായിക്ക് ഇതറിയും, ഇവനിപ്പോൾ ഇതറിയും, എന്തിനാ ഈ പൊട്ടിത്തെറിച്ചെന്ന് ഇല്ല. പിന്നെ അതിങ്ങനെ പ്രശ്നമാവും. പ്രശ്നമായി പിന്നെ കുറേ കഴിഞ്ഞിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യുമ്പോഴാണ് ഇന്നതാ പ്രശ്നം എന്നറിയുള്ളൂ. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, 42 വയസ്സായ ഒരു സ്ത്രീ വിളിച്ചു, 42 വയസ്സായ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഞാനേ എൻ്റെ ഭർത്താവുള്ള കാലത്ത് ഞാൻ അയാൾക്ക് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവർ പറയാം, ഭർത്താവ് മരിച്ചു, ഇതിലിരിക്കുമ്പോഴാണ് പീസ് റേഡിയോയിൽ എന്തോ കേട്ടത്, ഭർത്താവിനോടുള്ള കടപ്പാടുകളോ എന്തോ കേട്ടിട്ട് ആകെ പേടിച്ച്. അപ്പം എന്താ പറയണത്, ഭർത്താവിനോടുള്ള കടമയും കടപ്പാടും. അപ്പോൾ നേരം വെളുത്തങ്ങൾ ആലോചിക്കുക, ഒരു ഭർത്താവ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റാൽ 2-3 കുട്ടികളുണ്ടാവും വീട്ടിൽ. ആ കുട്ടികൾ വന്നിട്ട് ചോദിക്കുന്നത്, പിന്നെ ഉപ്പ പിന്നെ ബസ് ഫീ വേണം അല്ലേ, അത് വേണം, പെൻസിൽ വേണം, ബാഗ് വേണം, കുട വേണം, ഇങ്ങനെ പലതും ആരോടെ ഉപ്പാനോടെ ചോദിക്കാം. ഉപ്പാക്ക് ഇതൊക്കെ കൊടുക്കണം. ഭാര്യ വന്നിട്ട് പറയും, ഇതാ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്, കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്, വെള്ളത്തിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്, പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്, ആ സാധനം കഴിഞ്ഞിട്ടുണ്ട്, ഈ സാധനം കഴിഞ്ഞ്, ഇതൊക്കെ ഭാര്യയും പറയും. ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഇയാൾ. ആണല്ലോ, ഇയാളൊന്ന് മരിക്കുകയാണ്. നിങ്ങൾ മരിക്കുമ്പോഴാണ് ഈ സ്ത്രീ പറയണത്, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതായത് വീടുണ്ടാക്കുന്ന സമയത്ത്
ജനലിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് അവർ പറഞ്ഞ ഡിസൈനല്ല കൊണ്ടുവന്നപ്പോൾ തേക്കുകൾ ആലോചിക്ക്, തേക്കിനും സ്വർണത്തിനൊക്കെ എന്താ വില. എന്നിട്ട് വാശി പിടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് മാറ്റിച്ചിട്ടുണ്ട്. അവർ പറയണേ അതുപോലെ രാത്രി 12 മണിക്ക് അവർക്ക് എന്തോ ഒരു ആവശ്യം വന്നു, എന്തോ ഒരു ഫുഡ് കഴിക്കാൻ പൂതിണ്ടായി. അപ്പം ഞാൻ ചീത്ത പറഞ്ഞിട്ട് അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. കിലോമീറ്ററുകൾ പോയി വാഹനം ഓടിച്ചു പോയി, എനിക്ക് ഫുഡ് ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എനിക്കൊരു പരമാവധി ഒരു നന്മ സേവനം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ എന്താ ചെയ്യാന്നാ ചോദ്യം. ഞാനത് പറഞ്ഞ കാര്യം തരോ, ഇങ്ങനെയൊക്കെ ഒരു നിസ്സാരമായ കാര്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കി പ്രയാസപ്പെട്ട് പോകുന്ന അവസ്ഥ നമ്മൾ ആലോചിക്കണം. സഹോദരിമാരാണെങ്കിലും അതുപോലെ തന്നെ സഹോദരങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുടുംബ സത്യത്തിൽ നമുക്ക് കളറാക്കാൻ പറ്റും. നമ്മളൊക്കെ ആലോചിച്ചാൽ നമുക്കൊക്കെ കളറാക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കണം. നമ്മൾ വിചാരിക്കാതെ നമ്മളിപ്പോൾ മറ്റുള്ളവരോടൊപ്പം നിങ്ങൾ ആലോചിക്കുക. നമ്മളെ ഭാര്യൻ്റെ വാട്സപ്പിൽ നമ്മളാരെങ്കിലും എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞോ, ഒരു വോയിസോ ഒരു ഫോട്ടോയോ നമ്മൾ ആരെങ്കിലും ഇടാറുണ്ടോ? നമ്മളെ ഭാര്യൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കി, അതിലെന്താ ഉണ്ടാകുക? ഭാര്യ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾ വരുമ്പോൾ കൊണ്ടുണ്ട് ഇന്ന സാധനങ്ങൾ. നമ്മൾ അങ്ങോട്ടൊരു വോയിസ് ഇട്ടിട്ടുണ്ടാവും, ഇനി എന്തെങ്കിലും മറന്നിക്കണോ, എന്തെങ്കിലും സാധനം വാങ്ങാണ്ടോ എന്നുള്ള. ഇതല്ല നമ്മളെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും മറിച്ചുള്ളവർക്കും നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര സജീവമായിട്ട് നമ്മൾ പല തമാശയും അതും ഇതൊക്കെ ഇടും. നോക്കൂ നിങ്ങൾ, ഹലാലായ സെക്സ് സംസാരം പോലും സ്വന്തം ഭാര്യനോട് പറയാമെന്നാണ് അല്ലേ? പറയാമെന്നുള്ളതാണ്. മറ്റൊരാളോട് പറയാൻ പാടില്ല, ഭാര്യനോട് പറയാമെന്നാണ്. അത്രത്തോളം പറയാം. പക്ഷെ നമ്മളെ ഭാര്യമാരോട് പറയില്ല, ഉണ്ടോ? അപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്താ, ഇപ്പോൾ ഒരു പെണ്ണ്, ഇപ്പോൾ മറ്റുള്ളവരിങ്ങനെ ഈ വാട്സപ്പിൽ ഇതിലൊക്കെ എന്താ, ചോറുന്നോ, ചായ കുടിച്ചോ, എന്തായി, എണീറ്റോ, ഇതൊക്കെയല്ലേ ഇപ്പോൾ ചോദിക്കണത്. ഏതെന്താ നമ്മളെ ഭാര്യമാരോട് നമുക്ക് ചോദിച്ചാൽ എന്താ? നമ്മൾക്ക് എന്താണ് ചോദിച്ചാൽ, രാവിലെ നമ്മൾ പോകുന്നു, ഒരു 10 ആകുമ്പം എന്തായി, എണീറ്റോ, അല്ലെങ്കിൽ എന്തായി, ഫുഡ് കുട്ടികളൊക്കെ പോയോ, ഉച്ചക്ക് നീ ഭക്ഷണം കഴിച്ചോ, ഇതൊക്കെ ഒന്ന് ചോദിച്ചാൽ അതിന് മറുപടിയൊക്കെ തന്നില്ലേ, ചായ കുടിച്ചോ, ഇതെന്താ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് സംസാരിച്ചാൽ തന്നെ അതിങ്ങനെ ലൈവായിട്ട് നമ്മുടെ കുടുംബം എന്താവും, വളരെ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ഈ ഒരു കാര്യത്തിൽ അതവിടെ നമ്മൾ ഭയങ്കര ഗൗരവം ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം സമാധാനപൂർവ്വം ഈ ദുനിയാവിൽ ജീവിക്കാൻ, ബർസഖിൽ ജീവിക്കാൻ, അതുപോലെ തന്നെ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേറ്റ് വിചാരണയും കഴിഞ്ഞ് പരലോകത്ത് സ്വർഗത്തിലേക്ക് യാത്രയായി സ്വർഗത്തിൽ ജീവിക്കാൻ, ഈ സമാധാനം നമ്മൾ തേടണമെങ്കിൽ നമ്മൾ പരിപൂർണമായി ഖുർആനിലേക്ക് മടങ്ങണം. നമ്മളെ ഒന്ന് തിരിച്ചറിയണം. നമ്മളടുത്ത് അമൂല്യമായ സ്വത്തുണ്ട്, അമൂല്യമായ ഗ്രന്ഥം നമ്മളെ കയ്യിലുണ്ട്. ഒരാളടുത്തേക്കും തേടി പോകേണ്ടതില്ല. നമുക്കുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. എന്തെല്ലാം സംവിധാനങ്ങൾ, ഇതൊക്കെ പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ. നമ്മുടെ കുട്ടികളുടെ ദുര്യോഗം, കുട്ടികളുടെ ദുരന്തം അല്ലേ, നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ ഈ തലമുറ ഈ നശിച്ച് നാറാണക്കല്ല് കുത്താൻ പോകുന്ന അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയമില്ല, അവസാനിപ്പിക്കുകയാണ്. അവരെയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ നമ്മുടെ ഈ സംവിധാനങ്ങളെ നമുക്ക് ഉപയോഗിക്കണം. ഇത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഈ ദീനിനെ, ഖുർആനിനെ, പ്രവാചകന്റെ ഹദീസുകളെ നമ്മൾ സ്വീകരിക്കാതെ ആധുനികത പറഞ്ഞ് അതിൻ്റെ പിന്നാലെ നമ്മൾ പോയാൽ നമ്മൾ മുച്ചൂടും. നമ്മുടെ കുടുംബമടക്കം നമ്മൾ നശിച്ച് നാറാണക്കല്ല് കുത്തും. അതിനൊരു സംശയവുമല്ല. ഈ നാട് അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാല സമുദായക്കാർക്കുണ്ടായ നാശനഷ്ടങ്ങൾ, വലിയ പരീക്ഷണങ്ങൾ, അത് ഈ സമുദായത്തിനും ഈ നാടിനും അത് വരാൻ അധികം താമസമില്ല. അത്രത്തോളം ഭീതിദായകമായ കാഴ്ചകളാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാ നിലക്കും. അതുകൊണ്ട് നാം ദീനിലേക്ക് നമ്മൾ തിരിച്ചു വരിക. ഓരോ റമദാനുകളും നമുക്ക് ഓരോ സ്മാരകങ്ങളാകണം. പുണ്യപ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയും അത് നിലനിർത്തുകയും തിന്മകൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ വർഷങ്ങളും നമുക്ക് കടന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആയുസ് നീട്ടിക്കിട്ടിയവൻ അവനേക്കാൾ വലിയ ഭാഗ്യവൻ ആരില്ല. എന്താ? അയാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരൊറ്റ മിനിറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഇനി ബാക്കിയുള്ളത് എങ്കിൽ പോലും അത് ദീനിന് വേണ്ടി ചെലവഴിക്കാനും ദീനിന് വേണ്ടി ജീവിക്കാനും ദീനോടുകൂടി മരിക്കാനുമുള്ള തൗഫീഖാണ് നമ്മൾ തേടേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ റമദാനിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നേടിയെടുക്കുവാനും
അതിലൂടെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലൂടെ കടന്നു പോകാനുള്ള മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിന വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.